ഹലോ, വലിയ ആഗ്രഹത്തോടുകൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സെയിലില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അത് പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വന്നവരും ഉണ്ട്, നിലവിൽ ഓൾറെഡി ബിസിനസ് ഉള്ളവരും ഉണ്ട്. അതായത് ഒരുപാട് പേര് വരുന്നു, ഓൺലൈനിലാണെങ്കിൽ കസ്റ്റമേഴ്സ് വരുന്നു, വില ചോദിക്കുന്നു, അവരങ്ങനെ അങ്ങോട്ട് പോകുന്നു, വാങ്ങുന്നില്ല, സെയിൽ നടക്കണില്ല. വലിയ ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ പ്രൊഡക്റ്റ് മാറ്റി പുതിയ പ്രൊഡക്റ്റുമായിട്ട് ചാടുന്നു. അവിടെയും ഇതേ അവസ്ഥ തന്നെ. എന്ത് ചെയ്തിട്ട് സെയിൽ ഉദ്ദേശിച്ച പോലെ നടക്കണില്ല. ഈ സാധുക്കളായിട്ടുള്ള ആളുകൾ, ഇവരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനുമുള്ള പരിഹാരമായി എന്നാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ പലരും പറയാനായിട്ടുണ്ടാവും, ഈ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് തരാം, ലീഡ്സിലാണ് എല്ലാം ഇരിക്കണതെന്നാണ്. അതായത് കുറേ പേര് നിങ്ങൾക്ക് എൻക്വയറി ചോദിച്ച് വന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. അവരെ കൊണ്ട് എടുപ്പിക്കാൻ നിങ്ങൾ പഠിക്കണം. കസ്റ്റമേഴ്സ് വെറുതെ എൻക്വയറി ചോദിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില ചോദിച്ച് പോയതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അതാണ്, പരസ്യം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. വിൽക്കാനായിട്ട് പഠിക്കണം നിങ്ങൾ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോണ കാര്യങ്ങൾ മലയാളത്തിൽ ഒരു യൂട്യൂബ് വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ തന്നെ പലതും പരീക്ഷിച്ച് നോക്കി വിജയം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വേണം. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോണത്. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ മുഴുവനായിട്ട് കാണണമെങ്കിൽ, പുതിയതായൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തുടക്കം മുതലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വർഷങ്ങളെടുത്ത് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് 2-3 വർഷം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ ബിസിനസ്സുള്ള ആളുകളുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ലീഡ് വരുന്നു, ലീഡ് നിങ്ങളുടെ ആ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തത്. ആ ലീഡ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കോൺടാക്റ്റ് ചെയ്യുന്നു. അവർ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് ഇനി പ്രൊഡക്റ്റ് എന്നാ പറയുള്ളൂ. പ്രൊഡക്റ്റ് സർവീസിനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ഞാൻ പറയൂല. രണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പറയൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വില ചോദിക്കുന്നു, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു, നിങ്ങളിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അവർ പിന്നെ റിപ്ലൈ കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല. നിങ്ങളൊരു പരസ്യം കൊടുത്തതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്നു. എവിടെ പരസ്യം കൊടുത്തതായിക്കോട്ടെ, ഓൺലൈനിൽ തന്നെ ആവണമെന്നില്ല, പുറത്തോ പത്രത്തിലോ എങ്ങനെ ആയിക്കോട്ടെ, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നു, ആളുകൾ വാങ്ങുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നാലാണ് വളരെ കുറച്ച് ആളുകൾ എന്തെങ്കിലും വാങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും വിൽക്കാൻ അറിയില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയാം, അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയാം, പക്ഷെ വിൽക്കാൻ ഇവർക്ക് അറിയില്ല. വിൽക്കുക എന്നുള്ളത്, സെല്ലിംഗ് എന്നുള്ളത് ഒരു ബിസിനസ് സ്കില്ലാണ്, പലർക്കും ഉള്ളത് ടെക്നിക്കൽ സ്കില്ലാണ്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയൻസ് 2 വിഭാഗമുണ്ട്. ഞാൻ സൈഡിൽ അതിൻ്റെ പിക്ചർ കൊടുക്കാം. വാം ഓഡിയൻസും കോൾഡ് ഓഡിയൻസും. വാം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ ചെറു ചൂടുള്ള ഓഡിയൻസ്. അതായത് നിങ്ങളെ അവർക്കറിയാം, നിങ്ങൾ ആരാണെന്ന് ആ ഓഡിയൻസിനെ അറിയാം. അത്തരത്തിലുള്ള ആളുകളെയാണ് വാം ഓഡിയൻസ് എന്ന് പറയുന്നത്. കോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് അവർക്കറിയില്ല. അതായത് ജസ്റ്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊരു സ്ട്രെയിഞ്ചറാണ്, നിങ്ങളെ വിശ്വസിക്കേണ്ട ഒരു കാര്യവും ആ വിഭാഗം ഓഡിയൻസിനില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ പരസ്യം കൊടുക്കാൻ നേരത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അധികവും കോൾഡ് ഓഡിയൻസാണ്. അതായത് നിങ്ങൾ ആരാണെന്ന് ആ കസ്റ്റമേഴ്സിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കുറവാണ്? ട്രസ്റ്റ് കുറവാണ്, വിശ്വാസം കുറവാണ്. ഈ വിശ്വാസം കുറഞ്ഞു നിൽക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലേക്കാണ് നിങ്ങൾ ഓഫർ പ്രസൻറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ വില പറയുന്നത്. അപ്പോൾ അത് വേറെ എങ്ങൊന്നും കിട്ടില്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുമെങ്കിൽ മാത്രമാണ് ആ വന്നവരിലൊരു വലിയ വിഭാഗം വാങ്ങാൻ സാധ്യതയുള്ളൂ. കാരണം അവർ കോൾഡ് ഓഡിയൻസാണ്, നിങ്ങളെ അവർക്കറിയില്ല, സ്ട്രെയിഞ്ചറാണ്. ഇവർ വാം ഓഡിയൻസായി മാറിയാൽ മാത്രമാണ്. ചെറു ചൂടുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് അറിയാവുന്നവർ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ വിശ്വാസം കുറച്ച് കൂടുതലുണ്ടാവും. ഈ വിശ്വാസമാണ് സെയിലിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഒരു സാധനം വാങ്ങണോ വേണ്ടേ എന്നൊരു ഡിസിഷൻ ഒരു കസ്റ്റമർ എടുക്കുന്നതിൽ വിശ്വാസത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാം ഓഡിയൻസാക്കി മാറ്റാനായിട്ട് നോക്കണം. വരുന്ന പുതിയ ലീഡുകളെ കോൾഡ് ഓഡിയൻസിനെ വാമാക്കി മാറ്റാനായിട്ട് നോക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ വിൽക്കാനല്ല നോക്കേണ്ടത്, മറിച്ച് അവരുമായിട്ടൊരു പരിചയപ്പെടൽ നടക്കണം. ഇതിനെയാണ് ഫോളോ അപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് പേര് ഈ ടെക്നിക്കൽ ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് പുതിയതായി ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ഇതെന്താ സംഗതി എന്ന് പിടികിട്ടാറില്ല.
ഞാൻ ഈ വിശദീകരിക്കുന്ന പോലെ അധിക പേരും അങ്ങനെ വിശദീകരിച്ച് ഞാൻ യൂട്യൂബിലെങ്ങും കണ്ടിട്ടില്ല. കാരണം ഇത് നിങ്ങളുടെ ഫോളോ അപ്പ് ഒരു ഇംഗ്ലീഷ് ഫ്രൈസാണത്. ഫോളോ അപ്പ് ഈ ഫോളോ അപ്പ് ഹലോ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അങ്ങനെ കുറേ പേര് ഇങ്ങനെ അയച്ചു കൊടുക്കും. ചിലർ ChatGPT കയറി സെർച്ച് ചെയ്യാൻ നേരത്തെ ഇതേപോലെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഫോളോ അപ്പ് അതല്ല, പരിചയപ്പെടലാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടലാണ്. കസ്റ്റമേഴ്സുമായിട്ട് പരിചയപ്പെടാം. എന്തിനാണ് പരിചയപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ നിന്ന് വാം ഓഡിയൻസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലേക്ക് ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം? വിശ്വാസം അവരിൽ വന്നു കഴിഞ്ഞാൽ സെല്ലിങ് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണത്. ഫോളോ അപ്പ് നമ്മൾ മൾട്ടിപ്പിൾ കോണ്ടാക്റ്റിലൂടെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു തവണ വില ചോദിച്ച് കസ്റ്റമർ പോയി. കസ്റ്റമർ ഒരു തവണ വില ചോദിച്ച് പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമറെ അങ്ങനെ തന്നെ മറന്നു കളയരുത്. അവരിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കണം? വാല്യൂസ് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂസ് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. ഇനി ഞാൻ തുടക്കം തന്നെ പറഞ്ഞു വെച്ച പ്രോബ്ലം, അതായത് ഒരുപാട് പേര് വരുന്നു, വാങ്ങുന്നില്ല, അവർ തിരിച്ചു പോയാണ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആളാണെങ്കിലും ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. ഫോർമുലയിൽ ഒരു ഡയഗ്രാം, ദ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്നാണ് ഇതിന് പറയുക. ഞാൻ സൈഡിൽ കൊടുക്കാം. ഇവിടെ ആ പിരമിഡിൻ്റെ ടോപ്പിൽ ഒരു 3% കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു 17% കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ 20%, 60%, അങ്ങനെ സ്പ്ലിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് മാർക്കറ്റിലും, ഈ ഡയഗ്രാം ഞാൻ വിശദീകരിച്ച ഏത് മാർക്കറ്റിലും ഒരു 3% ആളുകൾ മാത്രമാണ് പരസ്യം കണ്ട് അപ്പോൾ തന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ളൂ. ഏത് മാർക്കറ്റിലും അങ്ങനെയാണ്, ഏത് ഇൻഡസ്ട്രിയിലും അങ്ങനെയാണ്. അപ്പോൾ ഈ 3% വേണ്ടിയിട്ടാണ് നിങ്ങളും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 3% എന്ന് പറയുമ്പോൾ അതിലെ എണ്ണം വളരെ കുറച്ച് മാത്രമാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് 17%. ഇവർ ഇൻഫർമേഷൻ ഗ്യാതറിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ്. ഇൻഫർമേഷൻസ് അവർ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുക. അവരിപ്പോൾ വാങ്ങാൻ തയ്യാറല്ല, ചിലപ്പോൾ അടുത്ത ആഴ്ച വാങ്ങിക്കും, 2 ആഴ്ച കഴിയുമ്പോൾ വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ ഈ നിങ്ങളും അങ്ങനെയാണല്ലോ, പല പ്രൊഡക്റ്റുകളും നിങ്ങൾ ഒറ്റയടിക്കല്ല വാങ്ങാറ്. നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യും, പല വെബ്സൈറ്റുകളിൽ പോയി നോക്കും, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പലതും നോക്കിയിട്ടാണ് നിങ്ങളും വാങ്ങുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മോഡാണ് 17%. ഈ 17%-ലെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് 20%. ഇവർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അവെയറാണ്, ആക്റ്റീവ്ലി സെർച്ച് ഒന്നും ചെയ്യണില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ കൊള്ളാമെന്ന് അവരുടെ മനസ്സിലുണ്ട്. ഈ 17%, 20% ചേർന്നിട്ടുള്ള 37%ആണ് വലിയ മാർക്കറ്റ്. അവർ പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറല്ല. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഭൂരിപക്ഷ ആളുകളും ഈ 37%-ത്തിൽപ്പെട്ട ആളുകളാണ്. 3%-ത്തിൽപ്പെട്ടവരുടെ തൊട്ട് താഴെയുള്ള 2 സെഗ്മെൻറ്റ് ഈ 37%-ത്തിലുള്ളവരാണ്. ഇവർ വാങ്ങാതെ പോണതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങാൻ അവർ റെഡിയല്ല. അവർ കുറച്ച് പഠിച്ചതിനൊക്കെ ശേഷമാണ് അത് വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ആഴ്ച മതി, 1 മാസം കഴിഞ്ഞിട്ട് മതി. എങ്കിലും അവർ ഇപ്പോഴേ മുതൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഈ ആളുകളാണ് വില ചോദിച്ചിട്ട് പോണ ആളുകൾ അധിക പേരും. ഈ 3%-ത്തിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3%-ത്തിൽ കസ്റ്റമേഴ്സിൻ്റെ അപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. ഇങ്ങനെ എണ്ണം വളരെ കുറവായതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് എല്ലാം തന്നെ ഈ 3%-ത്തിന് വേണ്ടിയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് സെയിൽ മാത്രം കിട്ടണം. കാരണം സ്പ്ലിറ്റായി പോയാണ്. ഈ നമ്പർ സ്പ്ലിറ്റായി എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ നമുക്ക് കുറച്ച് സെയിലാണ് കിട്ടുള്ളൂ. അപ്പോൾ തൊട്ട് താഴെ കിടക്കുന്ന 2 സെഗ്മെൻറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇവരെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇവരിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം. ഇവർ 2 ആഴ്ച കഴിഞ്ഞ് വാങ്ങാൻ തയ്യാറാവുന്ന ആ ടൈമിൽ ഇവർ ആരുടെ അടുത്തുനിന്ന് വാങ്ങുമെന്നുള്ള ഡിസിഷൻ എടുക്കണമല്ലോ, എവിടെന്നെങ്കിലും ഇത് വാങ്ങണമല്ലോ. അങ്ങനെ ഇവർ വാങ്ങാൻ നേരത്ത്, മാർക്കറ്റ് റെഡി ആവാൻ നേരത്ത് നമ്മുടെ അടുത്തുനിന്ന് ഇവർ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണത്. ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഈ വിഭാഗം കോൾഡ് ഓഡിയൻസിൽ പെട്ടതാണ്. അതായത് നമ്മൾ ആരാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഈ 1-2 ആഴ്ച നമുക്ക് സമയമുണ്ട്, പരിചയപ്പെടലിനും ട്രസ്റ്റ് ബിൽഡിങ്ങിനും സമയമുണ്ട്. അങ്ങനെ ആ കോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ നിന്ന് അവർ നേരെ വാം ഓഡിയൻസിലേക്ക് മാറും. അപ്പോൾ അവിടെ ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വിൽക്കാൻ നോക്കാൻ നേരത്ത് അവിടെ സെല്ല് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഫോളോ അപ്പ് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫോളോ അപ്പ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഡയഗ്രാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലീഡ് ആദ്യം നിങ്ങൾക്ക് വരുന്നു. ഈ ലീഡ് വന്നതിന് ശേഷം
ആദ്യത്തെ കോണ്ടാക്റ്റോട് കൂടി ഒരു 50% ആളുകളും ക്വിറ്റ് ചെയ്യും. അതായത് നിങ്ങളെപ്പോലെ തന്നെ ഇതേ പ്രൊഡക്റ്റും സർവീസും എല്ലാം വിൽക്കുന്ന 50% ആളുകളും ആദ്യം ഒരു കോണ്ടാക്റ്റിൽ തന്നെ കസ്റ്റമർ എന്തെങ്കിലും ചോദിക്കുക അതിന് റിപ്ലൈ കൊടുക്കും. പിന്നെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ അവർ കസ്റ്റമർ എന്നല്ല ലീഡിനെ അവരങ്ങോട്ട് ഉപേക്ഷിച്ച് കളയും. ആ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് നിങ്ങളുടെ പരസ്യത്തിലൂടെ വന്ന ആളെ അവർ ഉപേക്ഷിച്ച് കളയും. ആദ്യത്തെ ആ ഒറ്റ കോണ്ടാക്റ്റിൽ തന്നെ 50% കോമ്പറ്റീറ്റേഴ്സ് അവിടെ തന്നെ നിങ്ങൾക്ക് കട്ടായിപ്പോയി. അതായത് 50% ആളുകൾ ആ ലീഡിനെ ഉപേക്ഷിച്ചു. ഇനി ബാക്കിയത്തെ 50% നിങ്ങൾ മത്സരിച്ചാൽ മതി. ഇനി രണ്ടാമത് നിങ്ങൾ ഒന്നും കൂടിയും കോണ്ടാക്ട് ചെയ്യുക. കസ്റ്റമർ ഒരു തവണ കോണ്ടാക്ട് ചെയ്ത് കസ്റ്റമറെ ഉപേക്ഷിക്കുന്നതാണ് 50% ആളുകൾ. ആ വിഭാഗത്തിൽ നിങ്ങൾ വരരുത്. മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് വരുമ്പോഴാണ്, നമ്മളും അങ്ങനെയാണല്ലോ, നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് റിയൽ ലൈഫിൽ. ഒരു തവണ കണ്ടു അങ്ങനെ പരിചയപ്പെട്ട അയാളെ വിശ്വസിക്കില്ലല്ലോ. പല ദിവസങ്ങളിൽ കണ്ട് പല സിറ്റുവേഷനിലൂടെ കടന്നുപോയി അങ്ങനെയാണല്ലോ ഒരാളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ഇത് തന്നെയാണ് സെല്ലിങ്ങിലും നടക്കുന്നത്. നമ്മുടെ റിയൽ ലൈഫിലെ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അപ്പം നിങ്ങൾ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് നടത്തണം. എന്തിന്? മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് നടത്തിയാൽ മാത്രമാണ് ആളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ സെല്ല് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾ വീണ്ടും രണ്ടാമത് കോണ്ടാക്ട് ചെയ്യുക. ഈ 2 തവണ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. നിങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞു. 3 തവണ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഈ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയാൻ നേരത്ത് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പലരും നിങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇത് മാത്രം അയക്കാനാണ്. അതല്ല ഫോളോ അപ്പ്. അത് ടെക്നിക്കലി ഫോളോ അപ്പ് ആണെങ്കിലും നിങ്ങൾ കസ്റ്റമേഴ്സിന് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വാട്സപ്പിൽ അവർ കോണ്ടാക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റും മറ്റു പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചിലപ്പോൾ വില കുറച്ച് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത് വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനമൊക്കെ ആയിരിക്കും. നിങ്ങളുടെ നല്ല ക്വാളിറ്റി ഉള്ള വാല്യൂ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക. ഇതിനൊക്കെയാണ് കസ്റ്റമേഴ്സിന് ഒരു മൂല്യം കിട്ടണം. നിങ്ങളുടെ ആ വീഡിയോ കണ്ടതുകൊണ്ട്, നിങ്ങളുടെ ആ മെസ്സേജ് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ഒരു വാല്യൂ അതിൽ നിന്ന് കിട്ടണം. വെറുതെ നിങ്ങളുടെ ഒരു ഗുഡ് മോർണിംഗ്, എവിടെയോ ഉള്ള ഒരു സ്ട്രേഞ്ചർ ഒരു ഗുഡ് മോർണിംഗ് അയച്ചതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലല്ലോ. നമ്മൾ കുറച്ച് ലോജിക്ക് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ മായം ചേർന്ന സാധനങ്ങളൊക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന രോഗപ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഒരു പത്രത്തിൻ്റെ ഒരു പീസ് അയച്ചു കൊടുത്താൽ മതി. അത് വാല്യൂ ഉള്ള ഒരു സംഗതിയാണ്. ഇന്ന മായങ്ങൾ ചേർക്കുന്നത് കൊണ്ട് ഇന്ന രോഗങ്ങൾ വരുന്നു. അപ്പോൾ പത്രത്തിലൊരു ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടു, അത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ഞങ്ങൾ യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. എന്താണോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, ഓരോ ബിസിനസ്സും ഓരോ സ്റ്റൈലാണല്ലോ. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന തട്ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അത് അറിയാൻ പറ്റില്ല. നിങ്ങളത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതൊക്കെ ഓരോ കോണ്ടാക്റ്റിലൂടെ നമ്മൾ സൈഡിലെ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുമല്ലോ. ഓരോ കോണ്ടാക്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. വെറുതെ ഹലോ, ഹായ്, ഹൗ ആർ യു, ഗുഡ് ആഫ്റ്റർനൂൺ അല്ല വേണ്ടത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ മേഖലയിലുള്ള തട്ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾ ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഒരു ഗൈഡായിട്ട് മാറി, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗൈഡായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങളവിടെ. നിങ്ങളൊരു 4-5 തവണ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമായി. ഇപ്പോഴും കസ്റ്റമർ വാങ്ങിയിട്ടില്ല. ഇങ്ങനെ 5 തവണ കോണ്ടാക്ട് ചെയ്യുന്നവർ വളരെ വളരെ വിരളാണ് നിങ്ങളുമായിട്ട് മത്സരിക്കുന്നവരിൽ. നിങ്ങൾ 5 തവണ കോണ്ടാക്ട് ചെയ്താൽ പോരാ. സാധാരണ ആവറേജ് ഒരു 6 to 8 ഇടയിലാണ് സെയിൽ നടക്കുന്നത്. 6 കോണ്ടാക്റ്റിൻ്റെ 8 കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്കാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കാം. 8ാമത്തെ കോണ്ടാക്റ്റിൽ നിങ്ങളായിരിക്കും 8 തവണ കോണ്ടാക്ട് ചെയ്ത ഒരേ ഒരാൾ ഒരു പക്ഷേ നിങ്ങളായിരിക്കും. ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന, ആ ഒരു പ്രത്യേക ഇത് സെല്ല് ചെയ്യുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് വരാൻ നേരത്ത് വാല്യൂ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രസ്റ്റ് ബിൽഡാവും. ട്രസ്റ്റ് ബിൽഡാവാൻ നേരത്ത് സെല്ലിങ് വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഇത്രയും ഈ വീഡിയോയിൽ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയാൽ, ഇനിയും വരുന്നുണ്ട് പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ. ഇത്രയും ഞാൻ ഈ പറഞ്ഞു നിർത്തിയാൽ ഒരു 90-99% ആളുകളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യണില്ല എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇത് ആലോചിച്ച് നോക്കിക്കൂ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് സെയിൽ നടക്കാത്തതെന്നുള്ളത്. പലരും തെറ്റിദ്ധാരണ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റിലും സർവീസിലും മാത്രമല്ല കാര്യം, അതിൻ്റെ പുറമെ പല ഘടകങ്ങളും ഉണ്ട് കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നത്. വാങ്ങണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന, അതിന് സഹായിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്.
അതൊന്നും തന്നെ നിങ്ങൾ ചെയ്യാതെ ആ പ്രൊഡക്റ്റ് മാത്രം, അതാണ് ചിലവർ കിടന്ന് ബഹളം ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എവിടെ, ബിസിനസ് ഐഡിയ എവിടെ, അത് കിട്ടി അത് ലോഞ്ച് ചെയ്യേണ്ട താമസം. ഇവരെന്തോ മാജിക്ക് കാണിക്കാൻ പോണ പോലെയാണ് ഇവർ പറയണത് കേട്ട് കഴിഞ്ഞാൽ. തുടങ്ങിക്കഴിയുമ്പോൾ സെയിലൊന്നുമില്ല. ചിലവർ ഫണ്ടൊക്കെ റൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് വിൽക്കാൻ ഇവനറിയില്ല, പിന്നെ ഫണ്ട് റൈസ് ചെയ്തിട്ട് എന്താ കാര്യം? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് കുറച്ച് മണി വെള്ളം ഒഴിക്കുക, അതും കൂടി കത്തിത്തീരും. കുറച്ച് സമയം എടുക്കാന്നുള്ളൂ. എന്തായാലും മുങ്ങിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് കൊണ്ട് മുങ്ങണത് ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും. 15 മിനിറ്റ് കൊണ്ട് ഡിലേ ചെയ്യാന്നുള്ളൂ. ഇത് വിൽക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇത് വിൽക്കുക എന്നുള്ള പ്രോസസ്സാണ് ആദ്യം നടക്കേണ്ടത്. ഈ വിൽക്കാൻ നിങ്ങൾ പഠിക്കണം. അതിനെന്തൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്, അതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തിയതിൽ അധികം ആളുകളും വീഡിയോ കാണുന്ന അധികം ആളുകളും ഇതൊന്നും തന്നെ ചെയ്യാറില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ സ്ഥിരം പലരുടെയും മെസ്സേജുകൾ വായിക്കുന്ന ആളാണ്. വാട്സപ്പിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ മൾട്ടിപ്പിൾ ഫോളോ അപ്പുകൾ ചെയ്യാം. ഇനി നിങ്ങൾ വിൽക്കുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 7-8 തവണ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും സെയിൽ നടക്കുന്നതാണല്ലോ അയാൾ പറഞ്ഞത് യൂട്യൂബിൽ. ഇപ്പോൾ എനിക്ക് സെയിൽ നടക്കണമല്ലോ എന്നുള്ള ചോദ്യം വരരുത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ സെല്ലിങ് എൻവയോൺമെൻറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. വളരെ എക്സ്പെൻസീവാണ്, ഒരു 1 ലക്ഷം രൂപയുടെയൊക്കെ മേളിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകളാണ്, സർവീസൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ കോൺടാക്റ്റിൻ്റെ സെല്ലിങ് എൻവയോൺമെൻറ്റുകൾ മാറ്റുക. അതായത് വെറുതെ ചാറ്റിങ്ങിലൂടെ മാത്രം ചെയ്യാതെ കസ്റ്റമറെ ഡയറക്റ്റ് കോൾ ചെയ്യാനായിട്ട് നോക്കാം. ഡയറക്റ്റ് കോൾ ചെയ്ത് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ നോക്കാം. മീറ്റപ്പ് സാധിക്കുമെങ്കിൽ, ഇൻ പേഴ്സൺ മീറ്റപ്പുകൾ സാധിക്കുമെങ്കിൽ, നേരിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ചെറിയ പ്രൊഡക്റ്റുകളാണെങ്കിൽ ഇതൊക്കെ പോസിബിൾ അല്ല, തീർച്ചയായിട്ടും അല്ല. നമുക്ക് ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ 10,000 രൂപയുടെയൊക്കെ പ്രൊഡക്റ്റാണ് വെക്കണമെങ്കിൽ ഈ പറഞ്ഞ അതൊന്നും നടക്കണ കാര്യമില്ല. കോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇൻ പേഴ്സൺ മീറ്റപ്പ് പല സ്ഥലങ്ങളിലും അത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. അതൊരു പത്രത്തിൻ്റെ ചെറിയൊരു കഷ്ണം, ഒരു പീസ്, അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ അത് തന്നെ ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമാണ്. സാർ ഞങ്ങളുടെ ഇത് സാധാരണ വാർത്തയിലെല്ലാം വന്നതാണ്, ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ഞങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യണില്ല, എല്ലാ ന്യൂസിലും ഇപ്പോൾ ഇത് വരുന്നുണ്ട്, ലാബ് ടെസ്റ്റഡ് ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ഇൻഡസ്ട്രി ഏതാണ്? എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, ടോയ് ആണ് സെല് ചെയ്യണമെങ്കിൽ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. നിങ്ങൾ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, അതായത് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഏത് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്താലും വാല്യൂ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. ഇനി സർവീസ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആർക്കിടെക്ചർ ഫെയിമൊക്കെയാണ് നിങ്ങൾ നടത്തണമെങ്കിൽ കസ്റ്റമേഴ്സ് അനാവശ്യമായിട്ട് പൈസ കൊണ്ടുവന്ന് കളയുന്ന സംഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക. സാധാരണ കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയതിന് ശേഷമാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറ്. അപ്പോൾ അത് വരുത്താതിരിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സർവീസ് മേഖലയിലുള്ളവരോട് പറയണം, അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊരു ഗൈഡായിട്ട് മാറി. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്ത സെല്ലിങ്ങിലേക്കുള്ള ദൂരം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സെയിൽ നടക്കും. എന്നാണോ ആ കസ്റ്റമർ മാർക്കറ്റ് റെഡി ആവുന്നത്, നേരത്തെ ഞാൻ ഡയഗ്രാം കാണിച്ചായിരുന്നല്ലോ, ദ ലാർജർ മാർക്കറ്റ് ഫോർമുല. ആ 3% ഹോട്ടായിട്ട് നിൽക്കുന്ന ടൈം എപ്പോഴാണ് അവർ മാർക്കറ്റ് റെഡി ആവുന്നത്, അതായത് കാശ് എടുത്ത് തന്ന് പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ തയ്യാറാവുന്നത്, ആ ടൈമിൽ നിങ്ങളുടെ പേരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ആയിരിക്കണം, സ്ഥാപനമായിരിക്കണം കസ്റ്റമറുടെ മനസ്സിൻ്റെ ടോപ്പിൽ വരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഓഫർ ക്രാഫ്റ്റിംഗ് എന്ന് പറയും. ഓഫർ കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം. എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ, വലിയ ബ്രാൻഡുകളെല്ലാം തന്നെ ഓഫർ കൊടുക്കണം. അവർക്ക് വെറുതെ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് ചെയ്യണതല്ല. അത് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ചെയ്യണതല്ല. അതിന് അതിൻ്റേതായ റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിന് നമ്മളായിട്ടൊരു റീസൺ കൊടുക്കുകയാണ്, നമ്മളിൽ നിന്ന് വാങ്ങാനായിട്ട് ഒരു റീസൺ കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓപ്ഷൻസ് കൂടി നിൽക്കുന്ന കാലത്ത് നമ്മളൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വാങ്ങാനായിട്ടൊരു റീസൺ കസ്റ്റമേഴ്സിന്, എന്തിന് നമ്മളിൽ നിന്ന് വാങ്ങണം, നമ്മൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ വാങ്ങണം, ഇതിന് റീസൺ കൊടുക്കണതാണ് ശരിക്കും പറഞ്ഞാൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഓഫർ ഉള്ളതിൻ്റെ പേരിൽ കസ്റ്റമേഴ്സ് വാങ്ങിക്കും. എങ്ങനെ ഓഫർ സെറ്റ് ചെയ്യാം, എങ്ങനെ ഓഫർ ക്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളത് അതും ഒരു കലയാണ്. പലർക്കും ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വില കാണിച്ച് പുതിയ വില, അതല്ല. നമ്മൾ എന്തെങ്കിലും വില കുറച്ച് കൊടുക്കണതിന് മാത്രമല്ല ഓഫർ എന്ന് പറയുക. ഓഫർ ക്രാഫ്റ്റിങ്ങിന് അതിൻ്റേതായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് ഫോളോ ചെയ്യണമെങ്കിൽ
നിങ്ങൾക്ക് ഈ ഓഫർ കൊടുക്കുന്നതിലൂടെ, പലരും ഓഫർ കൊടുക്കാറില്ല, ഓഫർ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ വരും. അത് നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് നമ്മളിൽ നിന്ന് വാങ്ങണം, അത് നമ്മൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ വാങ്ങണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓഫർ എന്നുള്ളത്. ഇനി ഒരു ഓഫറിൽ എന്തൊക്കെ വേണം? ഇത് നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരെ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ്. പല നോട്ടീസുകളിലും പല ഓൺലൈനിലെ പരസ്യങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ടത്തരം കാണിച്ചു വെക്കണ ആളുകളുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് കാണിക്കരുത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഓഫറിൽ വേണ്ടതെന്നുള്ളത്. ഒന്നാമതായിട്ട് വേണ്ടത് ഓഫറിനൊരു പേര് വേണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ്, എല്ലാത്തിനും ഒരു പേരുണ്ട്. പല പല സമയത്ത് പല പല പേരുകളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഈ ഓഫറിന് പേര് കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓഫർ എന്ന് പറയാതെ എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുക്കാൻ നേരത്തെ അതിനൊരു പ്രത്യേകത ഫീൽ ചെയ്യണം. കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ അതൊരു ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓഫറിന് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പേരിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ലീഡ്സ് വരുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൻ്റേതായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലീഡ്സിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിക്കുക. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഓഫറിൽ വേണ്ടതാണ് സ്കേഴ്സിറ്റി. അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും മിസ്സാവണതായിട്ട് ഫീൽ ചെയ്യണം. ഇത് എപ്പോഴും അവൈലബിൾ അല്ല. ഈ ഒരു പ്രത്യേക സംഗതി എപ്പോഴും അവൈലബിൾ അല്ല, ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ സെല് ചെയ്യുന്നത് ടോയ് ആണെന്ന് വിചാരിക്കുക. ഒരു പ്രത്യേക മോഡലിലുള്ള ടോയ് നിങ്ങളുടെ അടുത്ത് ആകെ 5 പീസ് മാത്രമാണ് ബാക്കിയുള്ളൂ. അത്രയാണ്, അത് ജെനുവിൻലി തന്നെ 5 പീസാണ് ബാക്കിയുള്ളൂ. എങ്കിൽ അത് അങ്ങ് പറയാമെന്നുള്ളതാണ്. ആ ഓഫറിൻ്റെ കൂട്ടത്തിൽ പറയാം 5 പീസ് ലെഫ്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. 5 പീസ് മാത്രമാണ് ബാക്കിയുള്ളൂ, 4 പീസ് മാത്രമാണ് ബാക്കിയുള്ളൂ. ഇനി സർവീസ് മേഖലയിലാണെങ്കിൽ ഞങ്ങൾ ഈ മാസം ഇത്ര ക്ലയൻസിനെ മാത്രമാണ് എടുക്കണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്ലയൻസിനെ എടുക്കാനേ സാധിക്കും, അതുകൊണ്ടാണ് നിങ്ങളത് എടുക്കുന്നത്. ഇത് ഓഫറിൻ്റെ ഭാഗമാക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാമെന്നുള്ളതാണ്. ഓഫറിൻ്റെ ഭാഗമാക്കി നിങ്ങളുടെ ലീഡ്സിനോട്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുക എന്നുള്ളതാണ്. പറയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കേഴ്സിറ്റി അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. കാരണം ഈ സംഗതി എപ്പോഴും കിട്ടില്ല, ഇത് വളരെ ലിമിറ്റഡ് നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കസ്റ്റമറായിട്ടുള്ള ഞാൻ ചിന്തിക്കുന്നതാണ്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തായാലും ആ സാധനം ആവശ്യമുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ അതാണെങ്കിൽ ആകെ 5 പീസ് മാത്രമാണ് ബാക്കിയുള്ളൂ. കാര്യം ശരിയാണ്, കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നത് അടുത്ത മാസമാണ്, എന്തായാലും ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ 2 ആഴ്ച മുമ്പേ വാങ്ങുന്നതുകൊണ്ട് തെറ്റില്ല. ഇതാണ് ഓഫർ കൊടുക്കുന്നതിൻ്റെ ഗുണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്സാവണ പോലെ ഫീൽ ചെയ്യണം. ഇതാണ് സ്കേഴ്സിറ്റി ഉണ്ടായിരിക്കണം ഓഫറിൽ. 5 പീസേ ഉള്ളൂ എങ്കിൽ 5 പീസേ ഉള്ളൂ എന്ന് പറയാം. മൂന്നാമത്തതാണ് അർജൻസി. ഓഫറിൽ അർജൻസി എപ്പോഴും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു പ്രത്യേക ടൈം ഡ്യൂറേഷനുള്ളിൽ, ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഇത് വാങ്ങിക്കണം. നീണ്ടു പരന്ന് കിടക്കരുത്. ഇതാണ് ഒരുപാട് എന്താ പറയുക, വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ വരെ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. എപ്പോഴും അർജൻസി ഉണ്ടായിരിക്കണം ഓഫറിൽ. ഒരു പ്രത്യേക ഡേറ്റിനുള്ളിൽ ആ ഓഫർ അവസാനിച്ചിരിക്കണം. കാലാകാലം ഓഫർ കൊടുക്കരുത്. ഇപ്പോൾ ആമസോൺ ബിഗ് ബില്യൺ ഡേയ്സ്, ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. അവരെല്ലാം ഒരു എൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കും. ഓഫറിന് ഒരു ഡെഡ് ലൈൻ മസ്റ്റാണ്, എൻഡ് ഡേറ്റ് മസ്റ്റാണ്. ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇത് അവസാനിക്കുമെന്ന് കസ്റ്റമറെ അറിയിച്ചേ പറ്റും. ചില ബിസിനസ്സുകാർ ചെയ്യണമെന്ന് വെച്ചാൽ 365 ദിവസം ഓഫർ കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ അർജൻസി ഉണ്ടാവില്ല. ഇന്നാവട്ടെ നാളാവട്ടെ, അല്ലെങ്കിൽ സാലറി കിട്ടുമേ ആവട്ടെ, സാലറി കിട്ടുമേ ആയാലും വാങ്ങിയാൽ മതിയല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറും. പ്രത്യേകിച്ച് 1 മാസം കഴിഞ്ഞ് എന്താണ് ഇവർ ചെയ്യാൻ പോകണമെന്ന് തന്നെ ഇവർക്ക് അറിയില്ലായിരിക്കും. ചിലപ്പോൾ അവർ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ പല ഡിസിഷനും എടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കും, രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെയാണ് 1 മാസം കഴിഞ്ഞ് സാലറി കിട്ടി നിങ്ങളെ ഓർത്ത് ആ കസ്റ്റമർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള സംഗതിയാണ്. ഈ കസ്റ്റമർ അങ്ങനെ ചിന്തിക്കാൻ ഇടവരുത്തിയത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജൻസി ഇല്ല. ഓഫറിൽ അർജൻസി ഇല്ല. അതായത് ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടില്ല, എൻഡ് ഡേറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ എൻഡ് ഡേറ്റ് കൊടുത്താൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് അത് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പം തന്നെ ഡിസിഷൻ എടുത്ത് അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഓഫറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെറുതെ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നതല്ല ഓഫർ എന്ന് പറഞ്ഞാൽ. ഇത് നിർബന്ധമായിട്ടും ഓഫറുകളിൽ വന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സംഗതികൾ വരും.
ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഞാൻ ഇത്രയും വീഡിയോ പറഞ്ഞു നിർത്തിയാൽ എത്ര പേര് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇനി അടുത്തതായിട്ട് ഓഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഓർത്തു വെക്കുക, ഒരിക്കലും കസ്റ്റമറോട് പറയാതെ വില കൂട്ടരുത്. കസ്റ്റമറോട് പറയാതെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ വില കൂട്ടരുത്. നിങ്ങൾക്ക് ഒരു പക്ഷേ മുൻകൂറായിട്ട് തന്നെ ഇൻഫർമേഷൻസ് കിട്ടും. ചിലപ്പോൾ റോ മെറ്റീരിയലിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് അതിൻ്റെ ചാർജ് ഫീസ് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ ഫീസ് കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നോ, ചാർജ് പ്രൈസ് കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നോ, മുൻകൂറായി തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കാം. അടുത്ത ആഴ്ച ഇതിൻ്റെ പ്രൈസ് ഇത്രയായിരിക്കും, അപ്പോൾ ഈ ആഴ്ച തന്നെ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസിൽ വാങ്ങാം എന്നുള്ളത് കസ്റ്റമറുടെ അടുത്ത് പറയണം. ഒരു ദിവസം പോയി ഒറ്റയടിക്ക് വില കൂട്ടരുത്. അങ്ങനെ വില കൂട്ടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഈ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ പോസ്റ്റ് അവർ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ആളുകൾ പലരും വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറയാതെ പെട്ടെന്ന് നമ്മൾ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ, പ്രൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നീട് ആ കൂടിയ പ്രൈസിൽ പഴയ കസ്റ്റമേഴ്സ് വാങ്ങുമെന്നുള്ളത് സംശയമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് വാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടൊരു റീസൺ അവർക്ക് കൊടുക്കുകയാണ്, അടുത്ത മാസം പ്രൈസ് കൂടും, അടുത്ത ആഴ്ച പ്രൈസ് കൂടും, ഇന്ന റീസൺ കാരണം പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കും. അപ്പോൾ വാങ്ങണോ വേണ്ടേ എന്ന് കരുതി നിൽക്കുന്നവർ, ആ ഒരു തെല്ലത്തും പക്കത്തൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഒരു റീസണായി, എടുത്ത് ചാടാനായിട്ടൊരു റീസണായി. ഈ റീസൺ നമ്മളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് നിങ്ങൾ എപ്പോഴൊക്കെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങളുടെ ലീഡ്സിനെ, അതായത് ആ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ അത് ഉള്ള ആളുകളെ എങ്ങനെയെങ്കിലും അറിയിക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ അറിയിക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ രീതി പോലെ അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കാതെ കൂട്ടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു റീസണായി, അടുത്ത ആഴ്ച എന്തായാലും ഈ സാധനം എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളതാണ്, അപ്പോൾ പ്രൈസ് കൂടുന്നതിന് മുമ്പ് വാങ്ങാലോ എന്നുള്ളത് കസ്റ്റമറെ അറിയിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഓഫർ കൊടുക്കുമ്പോഴും, അതായത് വില കുറച്ചിട്ടുള്ള ഓഫറുകളാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ, ഉദാഹരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില 1000 രൂപയാണ്, നിങ്ങളത് ഓഫറിൽ 800 രൂപക്കാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. എപ്പോഴൊക്കെ നിങ്ങളത് കൊടുത്താലും ആ ഓഫറിൻ്റെ ആ പോസ്റ്ററിൽ നിങ്ങൾ പഴയ വില എന്തായാലും കാണിക്കണം. പഴയ കൂടിയ വില കാണിച്ച് അത് വെട്ടിട്ടിട്ടായിരിക്കണം പുതിയ ഓഫർ പ്രൈസ് കാണിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കസ്റ്റമേഴ്സ് ഇതിൻ്റെ പ്രൈസ് ഒന്നും ഓർത്തിരിക്കുന്നവരല്ല. അപ്പോൾ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഓഫർ പ്രൈസ് ഇത്രയെന്ന് പറയും, പക്ഷേ ഓഫർ പ്രൈസ് ഇത്രയെന്ന് മനസ്സിലായി, മുമ്പ് ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് നമുക്കറിയില്ലല്ലോ, കസ്റ്റമറായിട്ടുള്ള നമുക്കത് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ പ്രൈസ് വില കുറച്ചിട്ടാണ് നിങ്ങൾ ഓഫർ കൊടുക്കണമെങ്കിൽ പഴയ പ്രൈസ് ഇപ്പോൾ 1000 രൂപയുടെ നിങ്ങളുടെ റെഗുലർ പ്രൈസ് 1000 രൂപക്ക് നിങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരു ഐറ്റം ഓഫറിൽ നിങ്ങൾ 800 രൂപക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴൊക്കെ നിങ്ങൾ അത് ഓഫറായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ പഴയ കൂടിയ വില വെട്ടിയിട്ടതിന് ശേഷമായിരിക്കണം പുതിയ ഓഫർ പ്രൈസ് കാണിക്കേണ്ടത്. ഇതിന് ആങ്കറിങ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. സാധാരണ മാർക്കറ്റിങ്ങിൽ പറയുന്നത് ആങ്കറിങ് എഫക്റ്റ് എന്നാണ്. കാരണം എന്തെങ്കിലും കസ്റ്റമേഴ്സിന് കമ്പയർ ചെയ്യാനായിട്ട് വേണം. ഇങ്ങനെ കൂടിയ വില അതിൻ്റെ താഴെ നിൽക്കുന്ന ചെറിയ വില, എന്നാൽ ഈ കമ്പയർ ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലായത് ഇതൊരു ഡീലാണ്, ഇതിലേക്ക് ചാടാം, തെല്ലത്തും പക്കത്തും നിൽക്കുന്നവരൊക്കെ ചാടാനുള്ള സാധ്യത അപ്പോഴാണ് കൂടുതൽ. അതാണ് പഴയ കൂടിയ വില വെട്ടിട്ട് പുതിയ വില മെൻഷൻ ചെയ്യേണ്ടത്. റെഗുലർ പ്രൈസ് അതേപോലെ തന്നെ ഓഫർ പ്രൈസ് എന്ന് പ്രത്യേകമായിട്ട് തന്നെ നിങ്ങൾ എടുത്തു പറയണം. എന്നാലാണ് അവിടെ സെയിൽ നടക്കാൻ കുറച്ചും കൂടി സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളൊരു ടെക്നിക്കാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയും. അതായത് ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെ പ്രീവിയസ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകളെല്ലാം തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഫോണിലാണെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് വെക്കുക. ഇനി ഫീഡ്ബാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, റോബർട്ട് കിയാൽഡിനിയുടെ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർsuasion എന്ന് പറഞ്ഞ ബുക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. കിയാൽഡി ഒരു കൺസ്യൂമർ സൈക്കോളജീനെ പറ്റിയൊക്കെ പറയുന്ന ബുക്കാണ്. അതിൽ കിയാൽഡിനി പറയുന്ന ഒരു കാര്യമുണ്ട്, ചില സമയത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് മനുഷ്യരായിട്ടുള്ള ആളുകൾ, നമ്മൾ മനുഷ്യർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ ഫോളോ ചെയ്യും. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റാളുകൾ എങ്ങനെയാണോ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണത് അത് തന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ഇതിനാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. സോ ആളുകൾ അത് ചെയ്യണമെങ്കിൽ എനിക്കും ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അത് ഏറെക്കുറെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ ഇത് വാങ്ങുന്നുണ്ട്, മറ്റുള്ളവർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, മറ്റുള്ളവർ ഈ സർവീസ് പിക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനല്ല ആദ്യമായിട്ട്, ഇൻ കേസ് മിസ്റ്റേക്ക് വന്നാൽ പോലും ഞാനല്ല ആദ്യമായിട്ട് ഈ മിസ്റ്റേക്ക് വരുത്തുന്ന ആൾ.
ഇത്രയും പേര് വാങ്ങിയെങ്കിൽ ഇത്രയും പേരെ പറ്റിക്കാനുള്ള സാധ്യത കുറവാണല്ലോ. ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ വരണമെങ്കിൽ നമ്മൾ സോഷ്യൽ പ്രൂഫ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളതിന് ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിക്കാൻ നേരത്തെ അതിൻ്റെ റിവ്യൂസ് നോക്കുമല്ലോ. എന്തുകൊണ്ടാണ് ആ റിവ്യൂ അവിടെ കൊടുത്തേക്കുന്നത്? വർഷങ്ങളായിട്ട് ഈ സാധനം വാങ്ങിച്ച കസ്റ്റമേഴ്സിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഹിസ്റ്ററി നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും കാണാം. അത് പവർഫുള്ളായിട്ടുള്ളൊരു സെല്ലിംഗ് ട്രിഗറാണെന്ന് ആ കമ്പനികൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവരത് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാണെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണ് അത് ചെയ്തേക്കുന്നതെന്ന് നോക്കി അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു സൈക്കോളജിയാണത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമറെ വിളിച്ച് ചോദിക്കുക, കസ്റ്റമറെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചേർന്നു, അതെങ്ങനെയുണ്ട്, ഒരു ഫീഡ്ബാക്ക് തരാമോ എന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് തന്നോളണമെന്നില്ല, വളരെ റെയർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുക. കസ്റ്റമർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക, ഞങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരുമോ, വീഡിയോയിലൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഫീഡ്ബാക്ക് ചോദിക്കുക, ഓഡിയോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓഡിയോ ഫീഡ്ബാക്ക് ചോദിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ടെക്സ്റ്റിലൂടെ എങ്കിലും, വാട്സപ്പ് ടെക്സ്റ്റിലൂടെ എങ്കിലും ഫീഡ്ബാക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റുള്ളവർക്ക് വെബ്സൈറ്റിൽ യൂസ് ചെയ്യാം, വാട്സപ്പ് ഉള്ളവർക്ക് വാട്സപ്പിൽ കീപ്പ് ചെയ്യാം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാങ്ങണോ വേണ്ടേന്ന് ഉള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്നെപ്പോലെ തന്നെയുള്ള മറ്റുള്ള ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട്, അവർക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും അത് യൂസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനൊരു ചിന്ത കസ്റ്റമറുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നത്. നമ്മളുടെ പുതിയ ലീഡ്സിന് ഫോളോ അപ്പിൻ്റെ ഇതും ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഹായ് ഹലോ ഹൗ ആർ യു അല്ല ഫോളോ അപ്പ്. അങ്ങനെയൊക്കെയാണ് കുറേ ആളുകൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ഫീഡ്ബാക്കും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കുക. കസ്റ്റമേഴ്സിന് പല രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ പ്രൂഫ് കൊടുക്കുന്നു, ഓഫർ കൊടുക്കുന്നു, ഒരുപാട് റീസൺസ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങളെ ഓർത്തിരിക്കണം, എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങണം, ഇതിനൊക്കെ ഉള്ള ഉത്തരം നിങ്ങളായിട്ട് തന്നെ കസ്റ്റമർ ചോദിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തമാവുന്നത്. ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് വെറുതെ പരസ്യം വരാൻ നേരത്ത് വെറുതെ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ എൻ്റെ കോഴ്സിൽ പറയുന്നത് തന്നെ അതാണ്. വെറുതെ പരസ്യം കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. എൻ്റെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള വീഡിയോ കാണുന്നവർക്കറിയാം, കോഴ്സിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെറുതെ നമ്മളെന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽ നടക്കില്ല. അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യണം, കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കണം. വെറുതെ പഠിച്ച് നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ നിധികൾ വന്നെത്തുന്നത്. അപ്പോൾ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് ഇതും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം, ഫീഡ്ബാക്ക് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് 2 രീതിയിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരാം. ഒന്ന്, പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും 2 നിലവിലുള്ള കസ്റ്റമേഴ്സിന് വീണ്ടും വിറ്റുകൊണ്ടും നമുക്ക് ചെയ്യാം. ഈ നിലവിലുള്ള കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു തവണ നമ്മുടെ അടുത്ത് നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു തവണ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് അവിടെ ട്രസ്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിനേക്കാളും എളുപ്പമാണ് നിലവിലുള്ള ഒരു തവണ വാങ്ങിയ കസ്റ്റമേഴ്സിന് വീണ്ടും വിൽക്കാനായിട്ട്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു കസ്റ്റമർ വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡാറ്റയൊന്നും ഇവരുടെ അടുത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് അവരുടെ വാട്സപ്പ് നമ്പറെങ്കിലും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാൻ അവരോടും പറയാം. കാരണം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധിയാണ്, നമ്മളുടെ കാൽച്ചുവട്ടിൽ തന്നെ ഉള്ള നിധിയാണ്. എങ്ങോട്ടും പോകണ്ട, അവിടെ നിന്ന് കുഴിച്ചാൽ കിട്ടുന്ന ഒരു നിധിയാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കാൽച്ചുവട്ടിൽ തന്നെ ഒന്ന് കുഴിച്ചാൽ മതി. കാരണം ഓൾറെഡി ട്രസ്റ്റ് ഉണ്ട് ഇവർക്ക്. നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിലും പുതിയൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ആദ്യം സെല്ല് ചെയ്യാൻ നോക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം, ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പോകണ്ട, അപ്പോൾ അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കാനായിട്ട് നോക്കാം. ഇങ്ങനെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കണമെങ്കിൽ ഇവരുടെ ഡാറ്റ നിങ്ങളുടെ അടുത്ത് വേണം. അപ്പോൾ എല്ലാ വരുന്ന പുതിയ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ നമ്പറുകളും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ കസ്റ്റമേഴ്സിന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അവർ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിലൂടെ, വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ, ഡയറക്റ്റ് കോൾ ചെയ്തിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും നിങ്ങൾ ഇത് സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. ഇനി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ നേരത്ത് അവർക്കും നിങ്ങൾക്ക് ഓഫർ കൊടുക്കാം.
മറ്റാർക്കും കൊടുക്കാത്ത സ്പെഷ്യൽ ഓഫറുകൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഒരു റീസണും കൂടിയായി വീണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട് റീസണായി. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് തന്നെ ചെയ്യുക. ഒരു കസ്റ്റമർ വരുന്നോ പോകുന്നോ അവരെ മറന്നു കളയുന്നു, പുതിയ കസ്റ്റമർ വരുന്നു പോകുന്നു മറന്നു കളയുന്നു, അങ്ങനെ അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ സമയത്തും നമ്മൾ പുതിയ കസ്റ്റമറുടെ പുറകെ കിടന്ന് ഓടേണ്ടതായിട്ട് വരും. ഈ പുതിയ കസ്റ്റമറെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചാലഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരാതെയാവും, ഫ്ലോ ഇല്ല, ക്യാഷ് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് വരാതെയാവും. കാരണം എപ്പോഴും നമ്മൾ ഈ പുതിയ കസ്റ്റമറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യണമുണ്ട്. നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് 0 മണി സ്പെൻഡ് ചെയ്താൽ പോലും, നമ്മളൊന്നും സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. രണ്ടും വേണം ബിസിനസ്സിൻ്റെ വളർച്ച. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, പുതിയ കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരാളും പറഞ്ഞു തരാത്ത, അതായത് മലയാളത്തിൽ ബിസിനസ് കണ്ടൻറ്റുകൾ ചെയ്യുന്ന ആരുടെ അടുത്തൊന്നും കിട്ടാത്ത പ്രാക്ടിക്കലി വർക്കൗട്ട് ആവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിലെല്ലാ ഡീറ്റെയിൽസും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.